വരെ ഇന്ന് അമ്മ നിങ്ങൾക്കൊരു മുളകച്ചാർ, വെറൈറ്റി ആയിട്ടുള്ള ഒരു മുളകച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഒരു 100 ഗ്രാം നല്ലെണ്ണ ഇതിൽ ഒഴിക്കണം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞാൽ 2 തുടം വെളുത്തുള്ളി. അതിനോടൊപ്പം നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൽ ഉലുവപ്പൊടി, അതായത് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിൽ നമ്മുടെ കാരിമുളക് എന്ന് അറിയപ്പെടുന്ന മുളക്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്, ചാലയിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, അത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. കാരിമുളക് കീറി വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിയും. അപ്പോൾ കൂട്ടുകാരെ, മുളക് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചേർക്കാനുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം. അതായത് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്, രണ്ട് ഗ്ലാസ് വെള്ളം, 2 സ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ശർക്കര, വിനീഗർ 1/2 കപ്പ് വിനീഗറാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ഇതിൽ കിടന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ. മുളകിൻ്റെ കാരം ഇടുന്നതിന് വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. കൂട്ടുകാരെ, മുളക് കൊണ്ടുള്ള അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ 1-2 ചേരുവ കൂടെ ചേർക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കണം ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുറച്ച് പുളിയും കൂടെ, അതിന് വേണ്ടി നമുക്ക് നാരങ്ങ നീര് കൂടെ, 2 ചെറിയ നാരങ്ങ പിഴിഞ്ഞെടുത്ത ചാറാണ് ചേർക്കുന്നത്. നമ്മുടെ മുളകച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല കഞ്ഞിക്കൊക്കെ ഒഴിച്ച് കുടിക്കാനായിട്ട് നല്ല ഒരു രുചിയുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി